കുറെ ദിവസമായിട്ട് അമ്പലത്തിൽ പോകണം പ്രാർത്ഥിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് ഉണ്ണി എന്നോട് പറഞ്ഞത് നമുക്കിന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോയാലോ. അമ്പലത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ ഒടുക്കത്തെ മഴ. എന്നാൽ പിന്നെ മഴ കഴിഞ്ഞ് ഇറങ്ങാനായി. മഴ ഒന്നങ്ങ് ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അമ്പലത്തിലേക്ക് പോയി. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് അമ്പലത്തിലേക്ക് പോണത്. അപ്പൊ പിന്നെ ഭഗവാനോട് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ടായി. ഈയിടെയായിട്ട് എന്താണെന്ന് അറിയില്ല, 2025 തുടങ്ങിയതിന് ശേഷം എന്റെ ആദ്യത്തെ അമ്പലത്തിൽ പോയി ഞങ്ങൾ രണ്ടും ഞങ്ങളെ വിശേഷങ്ങളൊക്കെ ഭഗവാനോട് പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് പ്രസാദം കിട്ടി. പ്രസാദമായിട്ട് ചന്ദനവും പൂവൊക്കെയാണ് കേട്ടോ കിട്ടിയത്. ഈ ഒരു ചന്ദനം തൊടൽ ക്ലിപ്പ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്താന്ന് നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. അവിടുന്ന് ആ പ്രഹസനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്കുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പൊ ചുറ്റിലും ഒന്ന് അമ്പലം കാണിക്കാന്ന് കരുതി എടുത്ത ലാസ്റ്റത്തെ വീഡിയോ ആണിത്. പറയാൻ മറന്നു കേട്ടോ, ഇത് ശിവക്ഷേത്രമാണ്. ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലം എടക്കാട് ശ്രീ ശക്തി പഞ്ചാക്ഷേരി ശിവക്ഷേത്രം. ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഉണ്ണി ഷർട്ടും മുണ്ടൊക്കെ എടുത്തോണ്ടാ അമ്പലത്തിലേക്ക് വന്നത്. പൊതുവെ അങ്ങനെ വരാത്ത ഒരാളാണ്, പക്ഷെ ഇന്നൊരു ആവേശത്തിന് ഷർട്ടും വെള്ള മുണ്ടൊക്കെ ഇട്ടോണ്ടാ ആള് അമ്പലത്തിലേക്ക് വന്നത്. അതിലൊരു പവർ കാണാനുണ്ട്. ആ പവറിന് ഒരു കുറവും വരാതെ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ ചെന്നിട്ട് ഇച്ചിരി പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇത്ര തിരക്ക്. ശരി എന്നാ, ബൈ.